രാജ്യത്തെ രണ്ട് പ്രധാനപ്പെട്ട തുറമുഖങ്ങളാണ് കൊച്ചിയും വിഴിഞ്ഞവും. വിഴിഞ്ഞത്തു നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രയിലാണ് ലൈബീരിയൻ പതാക വഹിക്കുന്ന MSC എൽസ 3 എന്ന കപ്പൽ അപകടത്തിൽപ്പെട്ടത്. കപ്പൽ ഉയർത്തുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നെങ്കിലും ദൗത്യത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ കപ്പൽ പൂർണ്ണമായും മുങ്ങി. 400ഓളം കണ്ടെയ്നറുകളുമായാണ് 184 മീറ്റർ നീളവും 26 മീറ്റർ വിസ്താരവുമുള്ള ഈ ചരക്കു കപ്പൽ യാത്ര തിരിച്ചത്. ശനിയാഴ്ച വൈകിട്ട് 4:30 കൊച്ചിയിൽ എത്തേണ്ടതായിരുന്നു. ഇതിനിടെ കപ്പൽ ചരിയുകയായിരുന്നു എന്നാണ് വിവരം. കപ്പലിൽ അവശേഷിച്ച കണ്ടെയ്നറുകളെല്ലാം കടലിൽ പതിച്ചിട്ടുണ്ട്. 643 കണ്ടെയ്നറുകളിൽ 73-ൽ ഒന്നും തന്നെയില്ല. 13 എണ്ണത്തിൽ അപകടകരമായ വസ്തുക്കളാണ്. ചെറിയഴീക്കൽ തീരത്തും ശക്തികുളങ്ങരയിലും ആലപ്പുഴ ആറാട്ടുപുഴ തീരത്തും കണ്ടെയ്നറുകൾ അടിഞ്ഞിട്ടുണ്ട്. കപ്പലിന്റെ ഇന്ധനം കടലിൽ ഏതാണ്ട് 2 നോട്ടിക്കൽ മൈൽ ചുറ്റളവിൽ വ്യാപിച്ചുവെന്ന വിവരമാണ് പുറത്തുവരുന്നത്. നിസ്സാരമല്ല കാര്യങ്ങൾ. കടലിലെ ഇത്തരം അപകടങ്ങൾ ഒരു സൈലന്റ് സുനാമിക്ക് കാരണമായേക്കും. ഇതിന്റെ ആഘാതം ദീർഘകാലത്തേക്ക് നീണ്ടു നിൽക്കുമെന്നതിൽ സംശയം വേണ്ട. ലോലമായ പാരിസ്ഥിതിക സമുദ്ര ആവാസ വ്യവസ്ഥയാണ് കേരളത്തിന്റേത്. ഇന്ധനവും രാസവസ്തുക്കളും ചോർന്നാൽ അത് കടലിലെ ജീവികളെ അതിരൂക്ഷമായി ബാധിക്കും. കപ്പലിൽ നിന്ന് പറന്ന എണ്ണ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തില്ലെങ്കിൽ മത്സ്യസമ്പത്തിന് വലിയ ഭീഷണിയാകും. ഒഴുകുന്ന കണ്ടെയ്നറുകളിൽ മറൈൻ ഗ്യാസ് ഓയിലും വെരി ലോ സൾഫർ ഫ്യൂവൽ ഓയിലും മറ്റുമാണെന്നാണ് വിവരം. കടലിൽ പറക്കുന്ന വസ്തുക്കൾ പല രീതിയിൽ നമ്മുടെ ഭക്ഷ്യശൃംഖലയിൽ എത്തിച്ചേർന്നേക്കാം. കണ്ടെയ്നറുകളിൽ നിന്ന് പുറത്തേക്ക് പറക്കുന്ന വസ്തുക്കൾ കടലിലെ ജീവജാലങ്ങൾ ഭക്ഷിക്കും. ഞണ്ട്, കൊഞ്ച് ഉൾപ്പെടെ പുറംതോടുള്ള മത്സ്യങ്ങളിൽ അത് പറ്റിപ്പിടിക്കും. ഭക്ഷണത്തിലൂടെ അവ നമ്മിലേക്ക് എത്തിച്ചേരുന്നത് വലിയ വെല്ലുവിളിയാണ്. കൂടാതെ കടൽ പക്ഷികളും ഭീഷണി നേരിടേണ്ടി വരും. മത്സ്യങ്ങൾക്ക് നാശവും പെരുമാറ്റ വ്യത്യാസവും ഉണ്ടാകാം. എണ്ണച്ചോർച്ച കടലിലെ ഭക്ഷ്യയോഗ്യമായ ചെടികൾക്കും ഭീഷണിയാകും. ഡീസൽ കടൽ വെള്ളത്തിൽ കലർന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ അത് പാളിയായി പടരും. ഈ പാളി സൂര്യപ്രകാശം വെള്ളത്തിലേക്ക് കടക്കുന്നത് തടയുകയും സൂക്ഷ്മജീവികളുടെ പ്രകാശ സംശ്ലേഷണത്തെ ബാധിക്കുകയും ചെയ്യും. നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജന്റെ ഭൂരിഭാഗവും ഇതിലുൾപ്പെടുന്ന സമുദ്ര ആൽഗകളിൽ നിന്നും ഫൈറ്റോപ്ലാങ്ക്ടണിൽ നിന്നുമാണ്. പ്രകാശ സംശ്ലേഷണം തടയപ്പെടുന്നത് സമുദ്ര ഭക്ഷ്യവലയത്തെയും തകർക്കും. കടലിൽ വീണ കണ്ടെയ്നറുകളിൽ എന്തൊക്കെ വസ്തുക്കളാണ് ഉള്ളതെന്ന് കൃത്യമായി നമുക്കറിയില്ല. എപ്പോൾ വേണമെങ്കിലും പുറത്തു വരാമെന്നതിനാൽ ഇവ കടലിന്റെ അടിത്തട്ടിൽ തന്നെ കിടക്കുന്നതും നന്നല്ല. കോസ്റ്റ് ഗാർഡ് കപ്പൽ സക്ഷം, കോസ്റ്റ് ഗാർഡിന്റെ ഏറ്റവും വലിയ ഓഫ് ഷോർ പട്രോൾ യാനമായ സമർത്ത് എന്നിവ എണ്ണ പടരുന്നത് തടയാനുള്ള ശ്രമം തുടരുകയാണ്. ഡോണിയർ വിമാനം ഉപയോഗിച്ച് എണ്ണപ്പാട നശിപ്പിക്കാനുള്ള പൊടിയും തളിച്ചിട്ടുണ്ട്. കണ്ടെയ്നറുകൾ കണ്ടെത്താനും നിരീക്ഷിക്കാനും കസ്റ്റംസ്, മറൈൻ ആൻഡ് പ്രിവെന്റീവ് യൂണിറ്റുകളെ കേരള തീരത്ത് വിന്യസിച്ചിട്ടുണ്ട്. എണ്ണപ്പാട തീരത്തെത്തിയാൽ കൈകാര്യം ചെയ്യാൻ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നേതൃത്വത്തിൽ 2 വീതം റാപ്പിഡ് റെസ്പോൺസ് ടീമുകളെയും സജ്ജമാക്കിയിട്ടുണ്ട്.